എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ആൻഡ് ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും അഡ്വാൻസ്ഡ് മെറി ക്രിസ്മസ്. ഇന്ന് നമ്മുടെ കിച്ചണിൽ വളരെ ടേസ്റ്റിയും സിമ്പിൾ വേയിൽ എഗ്ലെസ് പ്ലം കേക്കിൻ്റെ റെസിപ്പി കൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നേ വന്നേക്കുന്നത്. ഈ ഒരു പ്ലം കേക്ക് നമ്മൾ ഗോതമ്പൊടി ശർക്കര ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് വിതൗട്ട് ആൽക്കഹോൾ വിതൗട്ട് സോക്കിംഗ് നമുക്ക് ഈ ഒരു പ്ലം കേക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റും അതേ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കുക. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്തതിന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ എടുത്ത പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വേഗം നമ്മുടെ ഈ ഒരു അടിപൊളി എഗ്ലെസ് പ്ലം കേക്കിൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു പ്ലം കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം നട്ട്സ് ഒക്കെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ കുറച്ച് ഡേറ്റ്സ് സീഡ്സ് എല്ലാം കളഞ്ഞതിന് ശേഷം അത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് റൈസൻസ് ഞാൻ ഒരു ക്രീം കളറിൻ്റെ റൈസൻസും ബ്ലാക്ക് കളറിൻ്റെ റൈസൻസും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നീളത്തിലുള്ള കാഷ്യൂ നട്ട്സും എടുത്തിട്ടുണ്ട്. അത് ഡെക്കറേഷന് വേണ്ടിയിട്ട് ചോപ്പ് ചെയ്ത കാഷ്യൂ നട്ട്സും ബാദാമും കുറച്ച് ടൂട്ടി ഫ്രൂട്ടി റെഡ്, യെല്ലോ ആൻഡ് ഗ്രീൻ എടുത്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും നമ്മൾ എടുത്ത് വെച്ചതിന് ശേഷം ഈ വക ജസ്റ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ എടുക്കാം. പാനിലോട്ട് ഞാനൊരു 1/4 കപ്പ് ശർക്കരയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പൊടിച്ച ശർക്കരയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ അത് യൂസ് ചെയ്തേക്കാം. ഡെയിലി യൂസ് ചെയ്യുന്നതാണ്, ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഇല്ലാത്ത. അതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കരയെല്ലാം നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. നോക്കിക്കോളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റൈസൻസ് എല്ലാം ആഡ് ചെയ്യാം. അതായത് നട്ട്സ്, നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സ്, ബാദാം, ഈ വക എല്ലാം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ റൈസൻസ്, അതായത് നമ്മുടെ ക്രീം കളറിൻ്റെ റൈസൻസ്, ബ്ലാക്ക് കളർ റൈസൻസ്, ഡേറ്റ്സ്, നട്ട്സ്, കാഷ്യൂ നട്ട്സ്, ബാദാം, ഈ വക എല്ലാം ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ടൂട്ടി ഫ്രൂട്ടീസും എല്ലാം ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഈ വക എല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ആ ശർക്കരയിൽ തന്നെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ശർക്കര ഏകദേശം ഒരു പരുവം ആവുന്നിടം വരെ നമുക്ക്, അതായത് ഒരു സ്റ്റിക്കി പരുവം ആവുന്നിടം വരെ വേണം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ റൈസൻസും കാഷ്യൂ നട്ട്സും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂണ് നമ്മുടെ ഓറഞ്ച് സിസ്റ്റ്, ഞാൻ ഓറഞ്ച് സിസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്തേക്കാം. ഓറഞ്ച് സിസ്റ്റ് 1 ടീസ്പൂണ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു ബൗൾ എടുക്കാം. ആ ബൗളിലോട്ട് നമുക്ക് ഇതിലോട്ട് ഒരു 1/2 കപ്പ് നമ്മുടെ വെജിറ്റബിൾ ഓയിൽ, അതായത് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അത് ആഡ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ ഇനി നമുക്ക് കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്നത്തെ പറഞ്ഞതുപോലെ കുറച്ച് ഡസ്റ്റ് ചെയ്ത്, അതായത് ഗ്രീസ് ചെയ്ത്, ഓയിലിട്ട് ഗ്രീസ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് പൊടിയിട്ട് നന്നായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ഓവൻ സെറ്റപ്പും കൂടെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഒരു വലിയ വെസൽ എടുത്തിട്ടുണ്ട്. കുറച്ച് ലെയർ ഉപ്പും ഒരു റിങ് വെച്ചതിന് ശേഷം ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ഒരു 10 മിനിറ്റ്സ് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഗോതമ്പ് പൊടിയൊക്കെ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കാം. ഒരു സ്ട്രെയിനർ വെച്ചതിന് ശേഷം അതിലോട്ട് 1/2 കപ്പ് നമുക്ക് ഗോതമ്പ് പൊടി ആഡ് ചെയ്യാം. 1/2 കപ്പ് നമ്മുടെ ഗോതമ്പ് പൊടി ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂണ് പഞ്ചസാരയിൽ 3 ഗ്രാമ്പു, 1 ഏലക്ക, ഒരു കുഞ്ഞു പട്ട, പിന്നെ 1 ടീസ്പൂണ് നമ്മുടെ ചുക്ക് പൊടി ആഡ് ചെയ്ത് നന്നായിട്ടൊരു ഫൈൻ പൗഡറാക്കി എടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ. കുറച്ച് നട്ട്മേഗും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ഇത് പൊടിച്ചെടുക്കുന്നത്. അത് ഡയറക്റ്റ്ലി പൊടിക്കുമ്പോൾ പൊടിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തത്. അതും കൂടെ സ്ട്രെയിനറിലോട്ട് വെച്ചതിന് ശേഷം ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് തെള്ളിയെടുക്കാം കേട്ടോ. ഗോതമ്പൊടിയെല്ലാം നന്നായിട്ടൊന്ന് തെള്ളിയതിന് ശേഷം ആ ഒരു സ്ട്രെയിനറിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണ് നമ്മുടെ മിൽക്ക് പൗഡർ ആഡ് ചെയ്യാം. മിൽക്ക് പൗഡർ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി വീറ്റ് ഫ്ലോറും കൊണ്ട് തയ്യാറാക്കിയ പ്ലം കേക്ക് ആയതുകൊണ്ട് ആ ഒരു വ്യത്യാസം വരാതിരിക്കാൻ പറ്റും. മൈദയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലോട്ട് മിൽക്ക് പൗഡർ ആഡ് ചെയ്യുന്നത്. അത് തികച്ചും ഓപ്ഷണലാണ്. ഉണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ കേട്ടോ. ഞാനിപ്പോൾ ഉള്ളതുകൊണ്ട് ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വക എല്ലാം നന്നായിട്ട് തെള്ളിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം.
ഈ വക മാറ്റി വെച്ചതിന് ശേഷം ദാ നോക്കിക്കോളൂ, നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് തണുത്ത് നല്ല സെറ്റായിട്ട് നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഓറഞ്ച് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. അപ്പോൾ അത് നന്നായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു നട്ട്സിലോട്ട് നന്നായിട്ടൊന്ന് യോജിച്ചെടുക്കാം. നോക്കിക്കോളൂ, നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ ഇനി കുറച്ച് മുന്നേ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ബൗൾ എടുക്കാം. ബൗളിലോട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തെള്ളി വെച്ചിരിക്കുന്ന ആ ഒരു ആട്ടപ്പൊടിയും ബേക്കിംഗ് പൗഡറും എല്ലാം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നട്ട്സും എല്ലാം നമുക്ക് ഈ വക, അതായത് ഈ ബൗളിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഓറഞ്ച് ജ്യൂസും എല്ലാം കൂടെ ആഡ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ്ഡ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി സ്പാച്ചുല യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് കട്ട് ആൻഡ് ഫോൾഡിൻ്റെ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതാ ഈ ഒരു ടെക്സ്ചറിൽ വേണം നമ്മുടെ ഈ ഒരു മാവ്, അതായത് നമ്മുടെ ഈ ഒരു ബാറ്റർ റെഡി ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ലൂസാവാൻ പാടില്ല. ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ ആഡ് ചെയ്തിരിക്കുന്ന നട്ട്സ് എല്ലാം അടിയിലോട്ട്, കേക്ക് ബേക്ക് ആയതിനു ശേഷം അടിയിലോട്ട് പോകും. അതുകൊണ്ട് നമ്മൾ നട്ട്സ് ആയ എന്ത് കേക്കാണെങ്കിലും നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പരുവത്തിലാണ്, നമ്മുടെ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മുടെ ഈ ഒരു ബാറ്റർ റെഡി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാറ്റർ പെർഫെക്റ്റ്ലി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടീൻ എടുക്കാം. കേക്ക് ടീനിലോട്ട് നമ്മൾ ഈ ഒരു ബാറ്റർ ഒന്ന് ഒഴിച്ചെടുക്കാം കേട്ടോ. ബാറ്ററി ഇതുപോലെ നന്നായിട്ടൊന്ന് ഒഴിച്ചതിന് ശേഷം നമ്മൾ സ്പാച്ചുല വെച്ച് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് 2-3 തവണ ടാപ്പ് ചെയ്തെടുക്കാം. എയർ ബബിൾസ് ഒന്ന് റിലീസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു കേക്ക് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്, അതായത് നമ്മുടെ കാഷ്യൂ നട്ട്സ്. അതിൻ്റെ മേലിൽ 1 ടീസ്പൂണ് നമ്മുടെ ഗോതമ്പ് പൊടി ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇതിൻ്റെ മേലിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കേക്ക് ബേക്കായി വരുമ്പോൾ നമ്മുടെ നട്ട്സ് എല്ലാം അടിയിലോട്ട് പോവാണ്ട് മുകളിൽ തന്നെ നന്നായിട്ട് ഒന്ന് സെറ്റായി കിട്ടും. അപ്പോൾ ഇതാ നന്നായിട്ട് നമ്മുടെ പ്ലം കേക്കിൻ്റെ ആ ഒരു ബാറ്ററും എല്ലാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ആ ഒരു വെസലിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്യാം. അതിലോട്ട് നമ്മുടെ കേക്ക് ടിന്ന് ഒന്ന് ഇറക്കി വെച്ചതിന് ശേഷം ലിഡ് ക്ലോസ് ചെയ്ത് നമുക്ക് ഒരു 40 to 45 മിനിറ്റ്സ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. അതിൻ്റെ മേലിൽ ഒരു ഹെവി ഒരു ലോഡ് എന്തെങ്കിലും വെച്ച് കൊടുക്കുക, അതായത് എയർ ഇൻസേർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതുപോലെ ഹെവി ലോഡ് വെച്ചേക്കുക. അതിനുശേഷം ഒരു 40 to 45 മിനിറ്റ്സ് ബേക്ക് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കേക്ക് ബേക്കായോ എന്ന് നോക്കാം. നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്യാം. നോക്കിക്കോളൂ, എന്ത് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. നോക്കിക്കോളൂ, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് ജസ്റ്റ് ഒന്ന് മിഡിൽ പോർഷനിലോട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. നോക്കിക്കോളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായിട്ടുണ്ട്. നമ്മൾ അതെടുത്ത് നോക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു ടൂത്ത് പിക്ക് റെഡി ആക്കിയിട്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ കേക്ക് ടിന്ന് പുറത്തോട്ട് എടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ പുറത്തോട്ട് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം വേണം നമുക്ക് ഇതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ചൂടോടെ ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പം പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ടവലോ എന്തെങ്കിലും നാപ്കിൻ എന്തെങ്കിലും വെച്ച് നമുക്ക് ഇത് ക്ലോസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ്ലി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഡിമോൾഡ് ചെയ്യാൻ ഒരു നൈഫ് എടുത്തിട്ട് ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് റിലീസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരു പ്ലേറ്റ് എടുക്കാം. അതിലോട്ട് നമുക്ക് ഈ കേക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കേക്ക് ടിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മോൾ വശം ഒന്ന് നമുക്ക് ആ ഒരു പാത്രം ഒന്ന് മാറ്റി വെക്കാം. നോക്കിക്കോളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പുറമെ നിന്ന് ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേ ടെക്സ്ചറിൽ തന്നെ നമ്മുടെ ഈ ഒരു പ്ലം കേക്ക് റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ കേക്ക് ഒന്ന് നേരെ വെച്ച് നോക്കാം കേട്ടോ. വാവ്, സൂപ്പർ ആൻഡ് പെർഫെക്റ്റ്. ഗോതമ്പൊടിയും കൂടെ തയ്യാറാക്കിയതാണ് എന്ന് ആരും പറയില്ല കേട്ടോ. നമ്മൾ ശർക്കരയും ഗോതമ്പൊടിയും മാത്രമാണ് യൂസ് ചെയ്തതെന്ന് ഒരു ആളും പറയില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്ലം കേക്ക് ഇവിടെ റെഡി ആയിക്കിട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് പെർഫെക്റ്റ്ലി ആണ് നമ്മുടെ ഈ ഒരു കേക്ക് ബേക്ക് ആയിക്കിട്ടിരിക്കുന്നത്. അതും വിത്തൗട്ട് ഓവൻ, വിത്തൗട്ട് സൂക്കിംഗ്, വിത്തൗട്ട് മൈദ ആൻഡ് വിത്തൗട്ട് ഷുഗർ ആണ് നമ്മൾ ഈ ഒരു കേക്ക് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഒരു കേക്ക് തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് റാപ്പ് ചെയ്ത് വേണേലും വെച്ചിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുവാണെങ്കിൽ അത്രയ്ക്ക് ഫ്ലേവർഫുള്ളും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു പ്ലം കേക്ക് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് അന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിൽ നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കഴിക്കാം. ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഒരു 2-3 ദിവസം, അതായത് ക്രിസ്മസിൻ്റെ മുന്നേ ഒരു 2 ദിവസം മുന്നേ തയ്യാറാക്കിയിട്ട് ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ദിവസത്തേക്ക് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് പ്ലം കേക്ക് എടുത്ത്
കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത് നമ്മൾ കുട്ടികൾക്ക് അപ്പം തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തയ്യാറാക്കിയത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ആ ഒരു ടെക്സ്ചറും ആ ഒരു ഇൻസൈഡിൽ ആ നട്ട്സൊക്കെ ഏത് രീതിയിലാണ് എല്ലായിടത്തും സ്പ്രെഡായത് അത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നോക്കിക്കോളൂ, കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ ആ ഒരു നൈഫ് ഇൻസേർട്ടായിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് കട്ടായി കിട്ടുന്നുണ്ട്. അപ്പോൾ പെർഫെക്റ്റായിട്ട് നമ്മുടെ ബേക്ക് ആയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ടെക്സ്ചർ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, ഇതിൻ്റെ ടെക്സ്ചറും അതിൻ്റെ ആ ഒരു നല്ല നമ്മൾ പുറമേ നിന്ന് ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതുപോലെ തന്നെ നല്ല പൊടിങ്ങി വരുന്ന രീതിയിലും നല്ല ഒരു ടെക്സ്ചറിലാണ് നമ്മുടെ ഈ ഒരു സ്പഞ്ചി ആയിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു കേക്ക് റെഡി ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഈ ഒരു ഇൻസ്റ്റൻറ്റ് ആയിട്ടുള്ളൊരു നമ്മുടെ ഹെൽത്തി വേർഷൻ ആയിട്ടുള്ള നമ്മുടെ പ്ലം കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. നാളെ നല്ലൊരു റെസിപ്പി ഇങ്ങോട്ട് വരുന്നത് വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി and keep smiling. Thank you for watching, and at last once again a happy Merry Christmas to all my dears.